ഒറ്റപ്പാലം മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ നോക്കിയോ നിങ്ങൾ. ഇതിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പെട്ടി അവിടെ ഇരിക്കുകയാണ്. ഞാൻ ഒരു പ്രവാചകനല്ല, അല്ലെങ്കിൽ ഒരു ജാലവിദ്യക്കാരനല്ല. കഴിഞ്ഞ തവണത്തെക്കാളും 10,000-കണക്കിന് വോട്ട് UDFന്റെ പെട്ടി വീഴും. കൂടുതൽ എല്ലാ മണ്ഡലത്തിലും നിങ്ങൾ എഴുതി വെച്ചോ. മലമ്പുഴ, തരൂര്, ആലത്തൂര്, നെമ്മാറ, ചിറ്റൂര്, ഒറ്റപ്പാലം, ഷൊർണൂര്, പട്ടാമ്പി, തൃത്താല, മണ്ണാർക്കാട്, കോങ്ങാട് 12 മണ്ഡലത്തിലും വോട്ട് ഉയരും. 10,000-കണക്കിന് വോട്ട് ഉയരും. അതില് നിഷ്പ്രഭമാകുന്നത് ഏതൊക്കെ സീറ്റാണ് CPMന്റെ അവരെന്നെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചോട്ടെ. UDF അധികാരത്തിൽ എത്തിയാൽ അതിനിടയിൽ ചില മന്ത്രിമാരാകണം എന്നൊക്കെ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. UDF അധികാരത്തിൽ എത്തിയ മന്ത്രിമാരുണ്ടാവണമല്ലോ. എന്തായാലും സംശയം ചർച്ച നടക്കണമല്ലോ. അത് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. മുഖ്യമന്ത്രി ആകണം, മന്ത്രിമാരാകണം. അത് ജയിക്കുന്ന മുന്നണിയല്ലേ ഇത് ചർച്ചയുള്ളൂ. മറ്റിടത്ത് വല്ല ചർച്ചയും കേട്ടാ 100-ൽ കൂടുതൽ സീറ്റ് കിട്ടുന്നതാണ് ഞങ്ങളുടെയൊക്കെ ഒരു അസസ്മെന്റ്. ജനങ്ങൾ UDFനൊപ്പമാണ്. എന്തുകൊണ്ടാണ്? 10 വർഷം കൊണ്ട് പുറകോട്ടടിച്ച കേരളത്തെ നമ്മൾ മുന്നോട്ട് നയിക്കും. പുതുയുഗ പിറവിയാണ് കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നത്. നമുക്ക് നവീനമായ പദ്ധതികളുണ്ട്. ദീർഘവീക്ഷണത്തോടെ 1 വർഷമായി ഞങ്ങൾ എല്ലാ മേഖലയിലും വിദഗ്ധരുമായും അതുപോലെ തന്നെ മികച്ച ആളുകളുമായിട്ടും ചർച്ച ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു അജണ്ടയുണ്ട്, വികസന അജണ്ട. അതാണ് പുതുയുഗ യാത്രയിലൂടെ കേരളം മുഴുവൻ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചത്. അതിന് വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ? സാമ്പത്തികമായി തകർന്നടിഞ്ഞ കേരളത്തെ എന്ത് മാജിക് കാണിക്കുന്ന ജനങ്ങൾ ചോദിക്കുന്നത്. ക്ഷേമ പദ്ധതികൾ അട്ടിമറിച്ചു, ആരോഗ്യരംഗം വെന്റിലേറ്ററിൽ, വിദ്യാഭ്യാസം തല കുത്തനെ മറഞ്ഞു. ഇതെല്ലാം എങ്ങനെ നേരെയാക്കി എടുക്കും? അതിനുള്ള കൃത്യമായ അജണ്ട ജനങ്ങളിൽ പ്രകടന പത്രികയിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു വിശ്വാസ്യതയുണ്ട്. അതുകൊണ്ട് ആ വിശ്വാസ്യത മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. 100-ലധികം സീറ്റ് കിട്ടും. ഇവിടെ UDF അധികാരത്തിൽ വരും. അങ്ങനെ ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ആ സ്വപ്നമൊക്കെ അവിടെ ഇരിക്കുകയുള്ളൂ. VD സതീശൻ വനവാസത്തിന് പോകാൻ, വനവാസത്തിന് വനമേഖല ഇതെല്ലാം നിർദ്ദേശിക്കുന്ന ആളുകളുണ്ട്. ഈ പാവപ്പെട്ട ഗവൺമെന്റ്, ഇപ്പോഴത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റ് AK ബാലൻ പറഞ്ഞ പോലെയോ. എന്താ AK ബാലൻ പറഞ്ഞത്? AK ബാലൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? എന്താ ഒരു യാത്ര നടത്തിയില്ല ഒരു ബസ്സിൽ. ആ ബസ് അവസാനം എവിടെ വെക്കുന്ന പറഞ്ഞത്? ഇത് കാഴ്ച ബംഗ്ലാവിൽ വെക്കുന്ന പറഞ്ഞു. അപ്പൊ പിണറായി വിജയനും ആ മന്ത്രിസഭയും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാഴ്ച ബംഗ്ലാവിലേക്ക് അയക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടോളൂ. ആര് ചർച്ച ചെയ്യുന്നു? നിങ്ങളല്ലേ ചർച്ച ചെയ്യുന്നു. മുഖ്യമന്ത്രി ചർച്ച ഞാൻ ചോദിക്കേണ്ട, മാധ്യമങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞു പിന്നെ അടുത്ത ഒരു ചർച്ച വരണല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രി ആര്? ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ആകാൻ കൂടുതൽ ആളുണ്ട്. മറ്റിടത്ത് ആ ചർച്ചയില്ലല്ലോ. മറ്റിടത്ത് അഥവാ കിട്ടിയാലും ആരും മിണ്ടാൻ കഴിയില്ലല്ലോ. ഞങ്ങളതല്ല. ഞങ്ങൾ പരസ്യമായി വളരെ വിശാലമായ ജനാധിപത്യ സംവിധാനമുള്ള പാർട്ടി. പിന്നെ കോൺഗ്രസ് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രിയെ മുന്നിൽ കാണിച്ച് ഇലക്ഷൻ നടത്തിയിട്ടില്ല. അത് ജനങ്ങളെ വെല്ലുവിളിക്കില്ല. കാരണം ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അവരാരൊക്കെ ജയിക്കണം. ജയിച്ചവരുടെ അഭിപ്രായം കേൾക്കും. പാർട്ടി ഞങ്ങളുടെ അങ്ങനെയാ. ജയിച്ച MLA-മാർക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. CPM-ലുണ്ടോ? അഭിപ്രായം പറഞ്ഞാലുള്ള സ്ഥിതി എന്താ സ്ഥിതി? അഭിപ്രായം പറഞ്ഞ അതിനകത്തൊന്നും നടക്കില്ല. അപ്പൊ കോൺഗ്രസ് സമ്പൂർണ്ണ ജനാധിപത്യം ഇപ്പോഴും തുടരുന്ന പാർട്ടിയാ. എല്ലാ സ്റ്റേറ്റിലും MLA-മാരുടെ അഭിപ്രായത്തിന് മുൻഗണന കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പാർട്ടിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഹൈക്കമാൻഡ് ഉണ്ട്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും വർക്കിംഗ് കമ്മിറ്റി അംഗം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ശക്തമായ നേതൃത്വമുണ്ട്. ഇപ്പൊ ജനങ്ങളുടെ പൾസ് എന്താണ്? ജനപ്രതിനിധികളായി ജയിച്ച MLA-മാരുടെ അഭിപ്രായം എന്താണ്? ഇതെല്ലാം നോക്കി സമയത്ത് ഞങ്ങൾ മുഖ്യമന്ത്രി വരും. ഒരു ബേജാറ് നിങ്ങൾക്ക് ആർക്കും വേണ്ട. UDFന്റെ മുഖ്യമന്ത്രിയെ വരികയുള്ളൂ.